ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക. സങ്കീർത്തനം 46 അധ്യായം 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിലേക്കുള്ള നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ ഇന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന വളരെ നിശബ്ദവും വളരെ ശക്തവുമായ ഒരു ധാനമാണ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക എന്നത്. ഇന്നത്തെ ജീവിതം വലിയ ശബ്ദ കോലാഹലങ്ങളാൽ നിറഞ്ഞതാണ്. ഓട്ടവും തിരക്കുമാണ് എല്ലായിടത്തും. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കപ്പെടുന്നത് നിശബ്ദതയിലാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത്: ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. നാം ദൈവത്തിന്റെ അടുത്ത് നിശബ്ദമായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നു, ഭയങ്ങൾ അകലുന്നു, ഹൃദയത്തിൽ സമാധാനം നിറയുന്നു. ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചാൽ ഹൃദയം ശുദ്ധമാകുന്നു. അവിടുത്തെ അടുക്കലിരിക്കുമ്പോൾ ജീവിതത്തിന് ദിശ ലഭിക്കുന്നു. നിശബ്ദതയിൽ ദൈവം നമ്മെ ശക്തരാക്കുന്നു. ഈശോയ്ക്കായി പുൽക്കൂട് പണിതതിന് ഒന്നാമതായി നിശബ്ദമായി പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് 5 മിനിറ്റ് നിശബ്ദമായി ദൈവസന്നിധിയിൽ ഒന്നും പറയാതെ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനായി ഇരിക്കാം. രണ്ടാമത്തേത്, യേശുവെ, നീ എനിക്കൊപ്പമുണ്ടെന്ന വിശ്വാസത്തിന് നന്ദി എന്ന് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ഉരുവിടുക. മൂന്നാമത്തേത്, ഇന്നത്തെ തിരക്കിനിടയിൽ ദൈവത്തിന് അല്പം സമയം സ്ഥലം നൽകുക. മൊബൈൽ ഉപയോഗം കുറച്ച് മാറ്റിവെച്ച് ഒരു നിമിഷം ദൈവത്തിനായി മാറ്റിവെക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ തിരക്കേറിയ ലോകത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിശബ്ദമായിരിക്കാൻ ഒരു ദൈവിക മനസ്സെനിക്ക് ദാനം ചെയ്യണമേ. എൻ്റെ ഹൃദയം അങ്ങയുടെ വാസസ്ഥലമാകട്ടെ. എന്നെ സമാധാനത്തിൻ്റെ വഴിയിൽ നടത്തണമേ. ആമീൻ.